പൂമുകൾ തുറക്കുമറിവിൻ ജാലകം ദീപ്തി തെളിച്ചു കാവൽ തീർത്ത ഖൈറിൻ താരകം യാ ഇലാഹൽ ആലമീന യാ ഇലാഹനാ യാ ഇലാഹൽ ആലമീന യാ ഇലാഹനാ തൂബലനാ 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 ഹഖിൻ യഖീനേ തൂ വെളിച്ചം കാട്ടിയ ദീനിൻ യഖീനേ തൂബലനാ തൂബലനാ ഹഖിൻ യഖീനേ തൂ വെളിച്ചം കാട്ടിയ ദീനിൻ യഖീനേ അതബിൽ നമുക്കലിപെഴുതാം അഹ്ലം വസഹ്ല ബുശ്റാക്കുമുൽ ജന്നത്തിന്റെ പൂർണ്ണ ജമാല തൂബലനാ 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 ഹഖിൻ യഖീനേ തൂ വെളിച്ചം കാട്ടിയ ദീനിൻ യഖീനേ തൂബലനാ തൂബലനാ ഹഖിൻ യഖീനേ തൂ വെളിച്ചം കാട്ടിയ ദീനിൻ യഖീനേ. السلام عليكم ورحمة الله وبركاته. أعوذ بالله السميع العليم من الشيطان الرجيم. بسم الله الرحمن الرحيم. الحمد لله رب العالمين. نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا. من يهده الله فلا مضل له ومن يضلله فلا هادي له. ونشهد أن لا إله إلا الله وأن محمدا عبده ورسوله أرسله بنور الهدى ودين الحق ليظهره على الدين كله ولو كره المشركون. اللهم رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقهوا قولي. സ്നേഹം നിറഞ്ഞ കേരള ഇസ്ലാമിക് ക്ലാസ് റൂമിന്റെയും സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമായുടെയും ഒക്കെ കർമ്മോത്സുകരായ പ്രവർത്തകന്മാരെ, സയ്യിദന്മാരെ, സാദാത്തുക്കളെ, ഉസ്താദുമാരെ, പ്രിയം നിറഞ്ഞ റേഡിയോ ശ്രോതാക്കളെ, അല്ലാഹു സുബ്ഹാനഹു വ തആല അവന്റെ ത്വഅത്തിലായി ജീവിതകാലം മുഴുവൻ ചെലവഴിക്കാൻ നമുക്ക് തൗഫീഖ് നൽകുമാറാകട്ടെ. ജീവിതത്തിന്റെ ദശാസന്ധിയിൽ ചെയ്തുപോയ സകലമാന പാപങ്ങളും അല്ലാഹു സുബ്ഹാനഹു വ തആല വിട്ടുപുറത്ത് മാപ്പ് നൽകി കൃപ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മിൽ നിന്ന് മരണപ്പെട്ടു പോയ ആളുകൾ, 6 അടി മണ്ണിനടിയിൽ പരലോകവാസം അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന ആളുകൾ അല്ലാഹു സുബ്ഹാനഹു വ തആല അവർക്കൊക്കെ മഗ്ഫിറത്തും മർഹമത്തും പ്രദാനം ചെയ്യുമാറാകട്ടെ. സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമായുടെ മഹാന്മാരായ ഉസ്താദുമാർക്ക് അല്ലാഹു ദീർഘായുസ്സും ആഫിയത്തും നൽകുമാറാകട്ടെ. മരണപ്പെട്ടു പോയവരുടെ ദറജയെ അല്ലാഹു ഉയർത്തുമാറാകട്ടെ. അവരെയും നമ്മെയും അവന്റെ ജന്നാത്തുൽ ഫിർദൗസിൽ ഒരുമിച്ച് കൂട്ടി അനുഗ്രഹിക്കട്ടെ. പ്രിയ നിറഞ്ഞ കേരള ഇസ്ലാമിക് ക്ലാസ് റൂമിന്റെ പ്രേക്ഷകരെ, ബുശ്റാക്കുമുൽ യൗമിൽ വിനീതനായ എനിക്ക് നിങ്ങളുമായി സംവദിക്കാനുള്ള വിഷയം നിങ്ങൾ ഒക്കെ മനസ്സിലാക്കിയിട്ടുള്ളതുപോലെ, നിങ്ങൾ അറിഞ്ഞിട്ടുള്ളതുപോലെ യഥാർത്ഥത്തിൽ എന്താണ് പ്രവാസം എന്ന് മനസ്സിലാക്കലാണ്. ഐഹികമായ ജീവിതം, ഐഹിക ജീവിതം, യഥാർത്ഥ പ്രവാസം, അതാണ് ഇന്നത്തെ വിഷയത്തിന് ടൈറ്റിൽ കൊടുത്തിട്ടുള്ളത്. പ്രവാസത്തെക്കുറിച്ച് ഒരിക്കൽ പോലും കേരള ഇസ്ലാമിക് ക്ലാസ് റൂമിൽ പറഞ്ഞ് വാചാലനാകേണ്ടതില്ല. പ്രവാസത്തിന്റെ നൊമ്പരങ്ങളും വേദനകളും വ്യഥകളും ഒരിക്കൽ പോലും കേരള ഇസ്ലാമിക് ക്ലാസ് റൂമിലെ പ്രേക്ഷകർ അവർക്ക് മുമ്പിൽ അവതരിപ്പിക്കേണ്ട കാര്യമില്ല. എന്നെ ശ്രവിച്ചുകൊണ്ടിരിക്കുന്ന 98% ആളുകൾ പ്രവാസികളാണ്. പ്രവാസത്തിന്റെ ചൂടും തണുപ്പും നൊമ്പരവും വേദനയും വ്യഥയും എല്ലാം അറിഞ്ഞ് മനസ്സിലാക്കിയ ആളുകളാണ്. സത്യത്തിൽ ഒരു പ്രവാസിയാകുന്നതിന്റെ ബുദ്ധിമുട്ട് എന്നേക്കാൾ കൂടുതൽ അടുത്തറിയുകയും മനസ്സിലാക്കുകയും നിങ്ങൾ ചെയ്തിട്ടുണ്ട്. സ്വന്തം നാട് വിട്ടുകൊണ്ടുള്ള ജീവിതം എന്ന് പറയുന്നത് വളരെ ദുഃഖകരമാണ്. അവനവൻ ജനിച്ചു വളർന്ന നാട്ടിൽ നിന്ന് മാറിപ്പോയി
മറ്റൊരു ദേശത്ത് ജീവിത സന്ധാരണം നടത്തുക എന്ന് പറയുന്നത് തന്നെ വളരെ ക്ലേശകരമായ ഒരു കാര്യമാണ്. മഹാനായ ശഫീഉന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങള് മദീനത്തെ പള്ളിയിലെ ഒരു മയ്യിത്തിനെ കൊണ്ടുവരുന്ന സമയത്ത് പറഞ്ഞ വാക്കുകളുണ്ട്. മാ തർജുലും ബിൽ മദീന, മദീനത്ത് ഒരാൾ മരണപ്പെട്ടു, അയാൾ ആ നാട്ടുകാരനല്ല, അയാള് മറ്റൊരു നാട്ടിൽ നിന്ന് മദീന പള്ളിയിൽ വന്ന് താമസിച്ചയാളായിരുന്നു. അങ്ങനെ ആ വ്യക്തി മരിച്ച സമയത്ത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങള് വളരെ വ്യസനത്തോടു കൂടി പറഞ്ഞു, എന്തൊരു കഷ്ടമാണ് ഈ മനുഷ്യന്റെ കാര്യം. മറ്റൊരു ഹദീസിൽ നോക്കിയാൽ നമുക്ക് കാണാൻ കഴിയും, വൽ ഗരീബു ഷഹീദുൻ, അപരിചിതനായ ആൾ ഒരു നാട്ടിൽ നിന്ന് മറ്റൊരു നാട്ടിൽ പോയി അവിടെ മരിക്കുക എന്ന് പറയുന്നതൊക്കെ ഷഹീദിന് തുല്യമാണ്, രക്തസാക്ഷിത്വത്തിന് തുല്യമാണെന്ന് ഹദീസുകൾ പരതി നോക്കിയാൽ നമുക്ക് കാണാൻ കഴിയും. സ്വന്തം നാട് വിട്ടുകൊണ്ട്, സ്വന്തം ദേശം വിട്ടുകൊണ്ടുള്ള യാത്രയും താമസവും തന്നെ ഒരു വലിയ ശിക്ഷയാണ്. അസ്സഫറു ഖിത്അത്തും മിനൽ അദാബ്, യാത്ര എന്ന് പറയുന്നത് ഖിത്അത്തും മിനൽ അദാബ്, ശിക്ഷയുടെ ഒരു ഭാഗമാണ് എന്ന് നമുക്ക് കാണാൻ കഴിയും. അതുപോലെ ഇമാം ബൈഹഖി റളിയല്ലാഹു അൻഹു റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്, അൽ ഖുറൂജു അനിൽ വത്നി ഉഖൂബത്തുൻ, ഒരാളുടെ നാടിനെ തൊട്ട് പുറത്തുപോയി ജീവിത സന്ധാരണം നടത്തുന്നുവെങ്കിൽ ഉഖൂബത്തുൻ, അത് വലിയൊരു ശിക്ഷ തന്നെയാണ്. പ്രവാസത്തെക്കുറിച്ച് എന്റെ പ്രിയപ്പെട്ട പ്രേക്ഷകർക്ക് മുമ്പിൽ ഒരിക്കൽ പോലും ഞാൻ പറയേണ്ടതില്ല, വലിയ ശിക്ഷ തന്നെയാണ്. എല്ലാവരും കരുതുന്നുണ്ടാകും അവനവന്റെ വീട്ടില് അവനവന്റെ വീട്ടുകാരെയും ഉമ്മമാരെയും ഉപ്പമാരെയും സഹോദരന്മാരെയും ഭാര്യ സന്താനങ്ങളെയും ഒക്കെ കണ്ടുകൊണ്ട്, അവരെ കൺകുളിർക്കെ കണ്ടുകൊണ്ട്, സ്നേഹോപചാരപൂർവ്വം അവരോട് പെരുമാറിക്കൊണ്ട് എന്നും അവനവന്റെ നാട്ടിൽ കഴിഞ്ഞുകൂടുന്നതിന് ഒത്തുപോവുകയില്ല മറ്റൊരു കാര്യവുമെന്ന് പലരും പറയുന്നത്, ദുഃഖത്തോടുകൂടി പറയുന്ന പല പ്രവാസികളെയും നമ്മൾ കാണാറുണ്ട്. എന്നെ ശ്രവിച്ചുകൊണ്ടിരിക്കുന്ന ഓരോ പ്രേക്ഷകനും ഓരോ ശ്രോതാവും ഒരുപക്ഷെ അങ്ങനെ കരുതുന്നുണ്ടാകും, നാട്ടിൽ നിൽക്കുന്നതിന് അത്ര ഒക്കില്ല, അവനവന്റെ സ്വദേശത്ത് ജോലി ചെയ്ത് താമസിക്കുന്നതിന്റെ അത്ര ഒക്കില്ല എന്ന് പറയുന്നവരും പരിഭവപ്പെടുന്നവരുമാണ് ഞാനും നിങ്ങളുമൊക്കെ. അതുകൊണ്ടാണ് ലോകവിശുദ്ധനായ ജാലിനൂസ് പറയുന്നത്, മഹാനായ ഇമാം ബൈഹഖി റളിയല്ലാഹു അൻഹുവിന്റെ ഹദീസിനെ പറഞ്ഞതിന് ശേഷം അൽ മഹാസിൻ വൽ മസാവി എന്ന ഗ്രന്ഥത്തിൽ വളരെ മനോഹരമായി പറയുകയാണ്, ജാലിനൂസിനെ ഉദ്ധരിച്ചുകൊണ്ട് പറയുകയാണ്, യതറവഹുൽ അലീലു ബിനസീമി അർദിഹി കമാ യതറവഹുൽ അർദുൽ ജദ്ബ ബിബലലിൽ മതർ എന്ന്. രോഗം ബാധിച്ചയാൾക്ക് എത്രത്തോളം ഒരു കുളിർക്കാറ്റ് അവന്റെ മനസ്സിന് ആശ്വാസമാകുന്നു എന്നതുപോലെ ഓരോ രോഗിക്കും എത്രത്തോളം ആശ്വാസം നൽകുന്നുണ്ടോ അതുപോലെ ഭൂമിയിലേക്ക് ഉണങ്ങി നിന്ന ഭൂമിയിലേക്ക് വളരെ മനോഹരമായി അല്ലാഹുവിന്റെ കാരുണ്യവർഷമായ മഴത്തുള്ളികൾ ഭൂമിയിലേക്ക് പെയ്തിറങ്ങുമ്പോൾ ഉണ്ടാകുന്ന എത്രത്തോളം ആശ്വാസമുണ്ടോ, ഈ ആശ്വാസം ഓരോരുത്തർക്കും നൽകുന്നത്, ഓരോരുത്തർക്കും കിട്ടുന്നത് അവനവന്റെ നാട്ടിൽ നിൽക്കുമ്പോഴാണ്. സ്വന്തം നാട്ടിലെ വെള്ളത്തിന് അതിന് വല്ലാത്തൊരു ഭംഗിയാണ്, സ്വന്തം നാട്ടിലെ പ്രകൃതിക്ക് അതിന് വല്ലാത്തൊരു ഭംഗിയാണ്, സ്വന്തം നാട്ടിലെ സസ്യങ്ങൾക്കും മറ്റു ലതാദികൾക്കും അതിനുണ്ടാകുന്ന മണത്തിനുമൊക്കെ വല്ലാത്തൊരു അനുഭൂതിയാണ്. ഒരു പ്രവാസിയെ സംബന്ധിച്ചിടത്തോളം നാട്ടിൽ നിന്നുള്ള എന്തെങ്കിലുമൊക്കെ അവന് വല്ലാത്തൊരു സുഖം നൽകുന്ന കാര്യമാണ്. സ്വന്തം നാട്ടിൽ നിന്നുള്ള എന്തെങ്കിലുമൊക്കെ ഒരു കാര്യം അവന് വളരെ സുഖം നൽകുന്നതാണ്. നാട്ടിലെ പുഴകളും നാട്ടിലെ കാടുകളും നാട്ടിലെ മേടുകളും നാട്ടിലെ കാറ്റും കുളിർത്തന്നലുമൊക്കെ പലപ്പോഴും ഒരു പ്രവാസിയായ ആളുടെ ഹൃദയത്തിൽ അവന്റെ മനസ്സിന് സുഖവും സന്തോഷവും പ്രദാനം ചെയ്യാറുണ്ട്. പരിശുദ്ധമായ ഖുർആൻ സ്വന്തം നാട് ഉപേക്ഷിക്കലിനെ സ്വന്തം ശരീരത്തെ കൊല്ലുന്നതിനോട് ചേർത്താണ് പറഞ്ഞിട്ടുള്ളത്. അല്ലാഹു സുബ്ഹാനഹു വ തആല
പരിശുദ്ധമായ ഖുർആനിൽ സൂറത്തുൻ നിസാഇന്റെ 66-ാമത്തെ വചനം വളരെ മനോഹരമായി പറഞ്ഞു വെക്കുന്നു. വലൗ അന്നാ കതബ്നാ അലൈഹിം അൻ ഖുതുലൂ അൻഫുസകും അഖ്റുജൂ മിൻ ദിയാരികും മാ ഫഅലൂ ഇല്ലാ ഖലീലും മിൻഹും. അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുകയാണ്, നിങ്ങൾ സ്വന്തം ജീവൻ ബലിയർപ്പിക്കണമെന്നോ നിങ്ങൾ നിങ്ങളുടെ വീട് വിട്ടിറങ്ങണമെന്നോ നാം അവർക്ക് കൽപ്പന നൽകിയിരുന്നെങ്കിൽ ചുരുക്കം ചില ആളുകൾ മാത്രം അതിനെ അനുസരിക്കുകയുള്ളൂ എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുകയാണ്. എന്താ അല്ലാഹു പറഞ്ഞത്? വലൗ അന്നാ കതബ്നാ അലൈഹിം അൻ ഖുതുലൂ അൻഫുസകും. സ്വന്തം നാട്ടിൽ നിന്ന് സ്വന്തം ശരീരത്തെ കൊല്ലാൻ വേണ്ടി, അല്ലെങ്കിൽ അവിഖ്റുജൂ മിൻ ദിയാരികും, അല്ലെങ്കിൽ സ്വന്തം നാട്ടിൽ നിന്ന് മറ്റൊരു നാട്ടിലേക്ക് പോകുന്നതിനെ രണ്ടിനെയും സമപ്പെടുത്തിക്കൊണ്ട് അത് വല്ലാത്തൊരു ശിക്ഷ തന്നെയാണ് എന്നാണ് പരിശുദ്ധമായ ഖുർആനിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നത്. പക്ഷേ എന്റെ പ്രിയപ്പെട്ട പ്രേക്ഷകരൊക്കെ ഒരുപക്ഷെ സ്വന്തം നാട്ടില് ജീവിതം അസാധ്യമാകുമ്പോഴാണ് പലപ്പോഴും നാടുപേക്ഷിക്കേണ്ടി വരിക. അതിനെ തുടർന്നുണ്ടാകുന്ന സകലമാന കഷ്ടതകളും സകലമാന വേദനകളും ഒക്കെ മറക്കാൻ പലപ്പോഴും പ്രവാസിയായ ഓരോ മനുഷ്യനും ശ്രമിക്കാറുണ്ട്. ഞാൻ ഈ പ്രവാസ ലോകത്തേക്ക് വന്നിട്ടുള്ളത് ഞാൻ എൻ്റെ ജീവിത സന്ധാരണത്തിനാണെന്ന ബോധ്യത്തോടു കൂടി ഓരോ പ്രവാസിയും മറ്റൊരു രാജ്യത്ത് ജീവിച്ചു കൊണ്ടിരിക്കുകയാണ്. ഞാനീ പറഞ്ഞത് മുഴുവൻ നമ്മുടെ ഇടയിലുള്ള പ്രവാസിയെ കുറിച്ചാണ്. നാം ഓരോരുത്തരും നമ്മുടെ സ്വന്തം നാട്ടിൽ താമസിക്കുന്നവരാണ്. പക്ഷേ പിന്നെ എന്തിനാണിത് പറയുന്നത്? നമ്മൾ ഓരോരുത്തരും അറിയണം പ്രിയപ്പെട്ടവരെ, നമ്മൾ പ്രവാസികളാണ്. മനുഷ്യകുലം തന്നെ പ്രവാസികളാണ്. മനുഷ്യർ ഓരോരുത്തരും പ്രവാസികളാണ്. ഭൂമി ലോകത്ത് അവൻ നടത്തിക്കൊണ്ടിരിക്കുന്നത് പ്രവാസമാണ് എന്ന് പറഞ്ഞാൽ അവനവന്റെ സ്വന്തം നാടിനെ വിട്ട് മറ്റൊരു നാട്ടിൽ ചേക്കേറി താമസിക്കുന്നവനാണ്. നമ്മളറിയണം, നമ്മൾ പ്രവാസികളാണ്. നമ്മുടെ ആദ്യ ഭവനം ഒരിക്കൽ പോലും ഭൂമി ലോകമല്ല. നാം സ്ഥിരമായി താമസിക്കേണ്ട യഥാർത്ഥ വീട് എന്ന് പറയുന്നത് ഒരിക്കൽ പോലും ദുനിയാവല്ല. അതുകൊണ്ടാണല്ലോ പരിശുദ്ധമായ ഖുർആനിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞത് സൂറത്തു ഗാഫിറിന്റെ 39-ാമത്തെ വചനം, ഇന്നമാ ഹദിഹിൽ ഹയാത്തുദ് ദുനിയാ മതാഉ വ അന്നൽ ആഖിറത ഹിയ ദാറുൽ ഖറാർ. അല്ലാഹു സുബ്ഹാനഹു വ തആല പറയാണ്, ഈ ഐഹികമായ ജീവിതം എന്ന് പറയുന്നത് ഒരു താൽക്കാലിക വിഭവം മാത്രമാണ്. ഇന്നമാ ഹാദിഹിൽ ഹയാത്തുദ് ദുനിയാ മതാഅ, താൽക്കാലിക വിഭവം മാത്രമാണ്. വഅന്നൽ ആഖിറത ഹിയ ദാറുൽ ഖറാർ, തീർച്ചയായും പരലോകം തന്നെയാണ് സ്ഥിരവാസത്തിനുള്ള ഭവനമെന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുമ്പോൾ ഭൂമി ലോകത്ത് ഞാനും നിങ്ങളുമൊക്കെ ചെയ്തുകൊണ്ടിരിക്കുന്നത് പ്രവാസമാണ്. സ്വർഗീയമായ ആരാമത്തിൽ നിന്ന് നമ്മൾ ഒരു പ്രവാസത്തിനു വേണ്ടി ഭൂമി ലോകത്തെത്തിയിരിക്കുകയാണ്. ഭൂമി ലോകത്തെത്തിയിരിക്കുന്നത് നമ്മൾ പ്രവാസികളായിട്ടാണ്. നമ്മുടെ സ്വന്തം വീട് ഉപേക്ഷിച്ചുകൊണ്ട് ജീവിത സന്ധാരണത്തിന് വേണ്ടി നമ്മൾ ഭൂമിയിലെത്തിയിരിക്കുകയാണ്. നമ്മുടെ സ്വദേശമാണ് സ്വർഗം എന്റെയും നിങ്ങളുടെയും ഒക്കെ തറവാടാണ് പ്രിയപ്പെട്ടവരെ. അവിടെ നിന്നാണ് ഞാനും നിങ്ങളുമൊക്കെ യാത്ര തുടങ്ങിയത്. അവിടെ ചെന്നുകൊണ്ടാണ് എന്റെയും നിങ്ങളുടെയും ഒക്കെ യാത്ര അവസാനിക്കേണ്ടത്. അങ്ങനെയാണ് ഒരാളൊരു സ്ഥലത്ത് നിന്ന് യാത്ര തുടങ്ങി, പിന്നീട് തിരിച്ച് അയാൾ എവിടെ നിന്നാണോ യാത്ര തുടങ്ങിയത് അവിടെ ചെന്ന് അവസാനിപ്പിക്കാറാണ് ചെയ്യുക. സ്വന്തം വീട്ടിൽ നിന്ന് പുറപ്പെട്ടിട്ടുണ്ടെങ്കിൽ അവസാനമായി അവൻ ചെന്നെത്തൽ അവന്റെ വീട്ടിലായിരിക്കും എന്ന് പറഞ്ഞതുപോലെ സ്വർഗീയമായ ആരാമ ഭൂമികയിൽ നിന്ന് ഞാനും നിങ്ങളുമൊക്കെ ഭൂമിയിലേക്ക് താൽക്കാലിക പ്രവാസത്തിന് വേണ്ടി വന്നുവെങ്കിൽ തിരിച്ച് ഞാനും നിങ്ങളുമൊക്കെ ചെല്ലാനുള്ളത് സ്വർഗീയമായ ആരാമത്തിലേക്കാണ്. ഒരു പ്രവാസി എത്രത്തോളം സ്വന്തം നാടിനെ ഓർക്കുന്നുണ്ടോ, ഒരു പ്രവാസി എത്രത്തോളം അവനവൻ ജനിച്ചു വളർന്ന് നാട് വിട്ട നാടിനെ എത്രത്തോളം ഓർക്കുന്നുണ്ടോ, സ്നേഹപൂർവ്വം ഹൃദയത്തിൽ അവന്റെ നാട്ടിന്റെ ഓരോ ഓർമ്മകളെയും നെഞ്ചേറ്റുന്നുണ്ടോ, അതുപോലെ ഞാനും നിങ്ങളും സ്വർഗത്തെ ഓർക്കലാണ് വേണ്ടത്.
സ്വർഗത്തെ ഓർക്കുകയാണ് വേണ്ടത്. സ്വന്തം നാട്ടിലേക്ക് അവന്റെ മനസ്സ് ലക്ഷ്യം വെക്കുന്നത് പോലെ, സ്വന്തം നാട്ടിലേക്ക് മനസ്സ് ആഗ്രഹിക്കുന്നത് പോലെ സ്വർഗത്തിലേക്കും എന്റെ പ്രിയപ്പെട്ടവരെ ഞാനും നിങ്ങളുമൊക്കെ ആഗ്രഹം വെക്കണം. സ്വർഗമായിരിക്കണം എന്റെയും നിങ്ങളുടെയും അടിസ്ഥാനപരമായ ലക്ഷ്യം. നമ്മൾ വന്ന വഴിയിലേക്ക് തന്നെ തിരിച്ചുപോയി എവിടെ നിന്നാണോ എന്റെയും നിങ്ങളുടെയും ഒക്കെ യാത്ര ആരംഭിച്ചത് അവിടെ തന്നെ പോയിട്ട് അവസാനിക്കണം. അവിടെ തന്നെ പോയിട്ട് അവസാനിക്കണം. സ്വർഗമാണ് എന്റെയും നിങ്ങളുടെയും ഒക്കെ തറവാട്. അവിടെ നിന്നാണ് ഞാനും നിങ്ങളുമൊക്കെ പോകുന്നത്. നമ്മൾ താൽക്കാലികമായി നമ്മൾ ഈ ഭൂമി ലോകത്തെ കാണുകയാണ്. ഒരു പ്രവാസം പോലെ വളരെ കുറഞ്ഞ കാലഘട്ടം ഈ ഭൂമി ലോകത്ത് നമ്മൾ ജീവിക്കുകയാണ്. നമ്മുടെ സ്വദേശം സ്വർഗമാണെങ്കിൽ അതാണ് നമ്മൾ ഏറ്റവും കൂടുതൽ ആഗ്രഹിക്കേണ്ടത്. വിദേശത്ത് എന്തുണ്ടായിട്ടും കാര്യമില്ല. ഞാൻ തുടക്കത്തിൽ പറഞ്ഞതുപോലെ വിദേശത്ത് എത്ര രീതിയിലുള്ള വലിയ തരത്തിലുള്ള സമ്പാദ്യങ്ങളും സമ്പത്തും അതുപോലെയുള്ള സകലമാന സംവിധാനങ്ങൾ ഉണ്ടെങ്കിൽ പോലും അവനവന്റെ നാട്ടിൽ നിൽക്കുന്നതിന് ഒക്കൂല എന്ന് പറയുന്നത് പോലെയാണ് എന്റെയും നിങ്ങളുടെയും ഒക്കെ മനസ്സിലുണ്ടാകേണ്ടത്. മഹാനായ ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു ശഫീഉനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹുവിന്റെ ചുമലിൽ പിടിച്ചുകൊണ്ട് പറഞ്ഞ വാക്കുകളുണ്ട്. ഞാനും നിങ്ങളുമൊക്കെ പലപ്പോഴും കേട്ടുപോയ ഹദീസ്, പലപ്പോഴും കേട്ട് വകവയ്ക്കാതെ കണ്ടില്ലയോ എന്ന് നടിക്കുന്ന ഹദീസ്. ഫഖാല നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, കുൻ ഫിദ് ദുനിയാ കഅന്നക ഗരീബ്, കുൻ ഫിദ് ദുനിയാ കഅന്നക ഗരീബ്. നീ ദുനിയാവിലാകണം. കുൻ നീയാകണം, ദുനിയാവിൽ നീയാകണം. കഅന്നക ഗരീബ് ഒരു അപരിചിതനെ പോലെയാകണം. അല്ലാതെ പരിചയമൊന്നുമില്ലാതെ ഒരു അപരിചിതനായ മനുഷ്യൻ ഏത് രീതിയിലാണ് നടക്കുന്നത് അതുപോലെ നടക്കണം. ഔ ആബിറു സബീൽ അല്ലെങ്കിൽ ഒരു വഴിയാത്രക്കാരനെ പോലെയാകണം. ഒരു വഴിയാത്രക്കാരനാകുമ്പോ എങ്ങനെയാണ്? ആൾക്ക് കൂടുതൽ അറിയില്ല, കൂടുതൽ അതിനെപ്പറ്റി ഒരു ബോധം ഉണ്ടാവില്ല. അതുപോലെയാകണം. കഅന്നക ഗരീബ് ഔ ആബിറു സബീൽ ഹദ്ദ നഫ്സക മിൻ അസ്ഹാബിൽ ഖുബൂർ. നാളെ മരിച്ചു ചെന്ന് ഖബറിന്റെ 6 അടി മണ്ണിനടിയിലാകാനുള്ളയാളാണ് ഞാൻ എന്ന ബോധം ഓരോരുത്തരുടെയും ഹൃദയത്തിലുണ്ടായിരിക്കണം എന്ന് ഷഫീഉനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ. എന്നത് ആ ഹദീസ് പറഞ്ഞുകൊണ്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്, വസാദ ഫീ കലാമി ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു ഫഇന്നക യാ അബ്ദുല്ലാഹ് ലാ തദ്രി മസ്മുക ഗദൻ. നാളെ നിന്റെ പേര് എന്താകുമെന്ന് ഒരിക്കൽ പോലും നിനക്ക് പറയാൻ പറ്റില്ലെന്ന് ഷഫീഉനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങള് മഹാനായ ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹുവിന്റെ തോളത്ത് കൈവച്ച് പറഞ്ഞെങ്കിൽ എന്റെയും നിങ്ങളുടെയും ഒക്കെ ദുനിയാവിലെ ജീവിതം, നമ്മൾ ദുനിയാവില് ഇങ്ങനെ സുഭിക്ഷമായി ആർഭാടത്തോടുകൂടി ഇങ്ങനെ ജീവിച്ചു കൊണ്ടിരിക്കുകയാണ്. പരമാവധി ആർമാദിച്ചുകൊണ്ട് കിട്ടിയതൊക്കെ നമ്മൾ കൈക്കലാക്കിക്കൊണ്ട് ദുനിയാവിലെ ജീവിതമല്ലാത്ത മറ്റൊരു ജീവിതവും എന്റെയും നിങ്ങളുടെയും മുമ്പിൽ ഇല്ല എന്ന ബോധത്തോടു കൂടിയാണ് ഞാനും നിങ്ങളുമൊക്കെ ദുനിയാവിൽ ജീവിച്ചുകൊണ്ടിരിക്കുന്നത്. ദുനിയാവിലെ പരാക്രമം കണ്ടു കഴിഞ്ഞാൽ, ദുനിയാവിനോടുള്ള ഈ ആർത്തി കണ്ടു കഴിഞ്ഞാൽ പലപ്പോഴും തോന്നുക ദുനിയാവിലെ ജീവിതം മാത്രമുള്ളൂ മനുഷ്യനെ എന്ന് പലപ്പോഴും എനിക്കും നിങ്ങൾക്കുമൊക്കെ തോന്നിപ്പോകും. അതുകൊണ്ട് ഞാനും നിങ്ങളുമൊക്കെ ആഗ്രഹിക്കേണ്ടത് നമ്മുടെ തറവാടായ സ്വർഗീയമായ ആരാമത്തിലേക്കുള്ള പ്രവേശനമാണ്. സ്വർഗീയമായ ആരാമത്തിൽ നിന്നാണ് എന്റെയും നിങ്ങളുടെയും ഒക്കെ യാത്ര തുടങ്ങിയിട്ടുള്ളത്. അവിടെ പോയിട്ടാണ് എന്റെയും നിങ്ങളുടെയും ഒക്കെ യാത്ര അവസാനിക്കേണ്ടത്. ഒരാള് ദുനിയാവിലെ സുഖാഡംബരങ്ങളെയും ദുനിയാവിലെ വീടിനെയും മോഹിച്ചയാളെ ഉപമയാക്കിക്കൊണ്ട് മഹാനായ സയ്യിദുനാ ഈസാ അലൈഹിസ്സലാത്തു വസ്സലാം പറയുകയാണ്, ഒരാള് കടലിൽ തിരമാലയുണ്ടാക്കുന്നത് പോലെ, തിരമാല എപ്രകാരമാണോ കടലിലുണ്ടാകുന്നത് അതുപോലെ ദുനിയാവിന്റെ വിഷയത്തിൽ അയാൾ മല്ലിക്കെട്ടിക്കൊണ്ടിരിക്കുകയാണ്. മലപ്പുറം ഭാഷയിൽ പറഞ്ഞ മല്ലിക്കെട്ട് എന്ന് പറയും. ദുനിയാവിന്റെ മേലിൽ അയാൾ ഇങ്ങനെ അശ്രാന്ത പരിശ്രമം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. എന്നാൽ ഈ പരിശ്രമങ്ങളൊക്കെ വൃഥാവിലാണ്.
നിങ്ങൾ ദുനിയാവിന്റെ മേൽ ചെയ്തുകൊണ്ടിരിക്കുന്ന, ദുനിയാവിന് വേണ്ടി ആർത്തിയോടുകൂടി നിങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്ന സകലമാന അശ്രാന്ത പരിശ്രമങ്ങളുമൊക്കെ വൃഥാവിലാണ്. നിങ്ങൾ കടലിൽ തിരമാലയുണ്ടാക്കുന്നത് പോലെയാണ് നിങ്ങൾ ദുനിയാവിനെ പ്രേമിച്ചുകൊണ്ട്, ദുനിയാവിനോട് ഇഷ്ടം വെച്ചുകൊണ്ട്, ദുനിയാവിന്റെ പിന്നാലെ നടന്നുകൊണ്ട് ഫലാ തത്തഖിദൂഹാ ഖറാറാ എന്ന് പറയുകയാണ് സയ്യിദുനാ ഈസാ അലൈഹി സ്വലാത്തു വസ്സലാം. നിങ്ങൾ ദുനിയാവിനെ എന്നെന്നും എന്നെന്നും ജീവിക്കാനുള്ള മാർഗമായി നിങ്ങൾ കാണണ്ട. ദുനിയാവിൽ എന്നെന്നും ജീവിച്ചിരിക്കുമെന്ന് നിങ്ങൾ ആരും കരുതണ്ട. അതുകൊണ്ടാണല്ലോ അല്ലാഹു സുബ്ഹാനഹു വ തആല പ്രൗഢഗംഭീരമായി പരിശുദ്ധമായ ഖുർആനിൽ പറഞ്ഞത്. അല്ലാഹ് പറഞ്ഞു, അഫഹസിബ്തും, മനുഷ്യന്മാരെ നിങ്ങൾ ആരെങ്കിലും കരുതുന്നുണ്ടോ? അഫഹസിബ്തും ഇന്നമാ ഖലഖനാകും അബസാ, നിങ്ങളെ വെറുതെ പടച്ചതാണെന്ന് നിങ്ങളാരെങ്കിലും കരുതുന്നുണ്ടോ? വഅന്നകും ഇലൈനാ ലാ തുർജഊൻ. അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുകയാണ്, മനുഷ്യന്മാരെ നിങ്ങൾ വെറുതെ പടച്ചതാണെന്ന് നിങ്ങളാരെങ്കിലും കരുതുന്നുണ്ടോ? വഅന്നകും, തീർച്ചയായും വഅന്നകും ഇലൈനാ ലാ തുർജഊൻ, നിങ്ങളെ നമ്മുടെ അടുത്തേക്ക് മടക്കപ്പെടുകയില്ല എന്ന് നിങ്ങളാരെങ്കിലും ഭാവിക്കുന്നുണ്ടോ? എന്ന് ഭാവിച്ചാണോ നിങ്ങൾ ഈ ആക്രാന്തം ദുനിയാവിനോട് നിങ്ങൾ കാട്ടിക്കൊണ്ടിരിക്കുന്നത്? നിങ്ങളുടെ സ്വദേശമായ സ്വർഗത്തെ കണ്ടെത്താനല്ലേ നിങ്ങൾ ശ്രമിക്കേണ്ടത്? സ്വർഗീയാരാമത്തിലേക്കുള്ള പാത വെട്ടിത്തെളിക്കാനല്ലേ നിങ്ങൾ ശ്രമിച്ചുകൊണ്ടേയിരിക്കേണ്ടത്? നിങ്ങൾ ദുനിയാവിന്റെ പിന്നാലെ ഇങ്ങനെ അശ്രാന്ത പരിശ്രമം നടത്തിയിട്ട് കാര്യമില്ല എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുകയാണ്. അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ടവരെ, ദുനിയാവിനോടുള്ള ആഗ്രഹം ഒഴിവാക്കിക്കൊണ്ട്, ദുനിയാവിൽ ഞാനും നിങ്ങളും കേവലം ഒരു പ്രവാസിയാണെന്ന ബോധത്തോടുകൂടി, കേവലം ഒരു പ്രവാസിയാണ്, വളരെ കുറച്ചു കാലമാണ് ഇവിടെ എനിക്കും നിങ്ങൾക്കുമൊക്കെ സഹവസിക്കാനുള്ളത്. ഇവിടെ നിന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല ഉണ്ടാക്കാൻ പറഞ്ഞ കാര്യങ്ങൾ മാത്രമാണ് നമ്മൾ ഉണ്ടാക്കേണ്ടത്. ദുനിയാവിനെ അല്ലാഹു സുബ്ഹാനഹു വ തആല നിശ്ചയിച്ചു വെച്ചിട്ടുള്ളത് റബ്ബിനെ ഇബാദത്ത് ചെയ്യാനാണ്. അദ്ദുനിയ മസ്റഅത്തുൽ ആഖിറ, പരലോകത്തേക്കുള്ള കൃഷിയിടമാണ് ദുനിയാവ് എന്ന് പറയുന്നത്. അതുകൊണ്ട് ഇബാദത്ത് ചെയ്യാൻ വേണ്ടിയാണ് ദുനിയാവിൽ പ്രവാസിയായി നമ്മൾ എല്ലുമുറിയെ പണിയെടുക്കുന്നത്. ദുനിയാവിൽ പ്രവാസിയായി ഞാനും നിങ്ങളുമൊക്കെ എല്ലുമുറിയെ പണിയെടുക്കുന്നത് അല്ലാഹുവിന്റെ അടുത്ത് ചെല്ലാനും നമ്മുടെ അവസാനത്തെ ഗേഹമായ സ്വർഗീയാരാമത്തിൽ പ്രവേശിക്കാനുമാണ്. നമ്മൾ ഓരോരുത്തരും ചിന്തിക്കുക, ദുനിയാവിൽ വീട് പണിയാനാണ് ഞാനും നിങ്ങളുമൊക്കെ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. എങ്ങനെങ്കിലും ഒരു വീടും ഒരു പൊരയും, കുട്ടികളൊക്കെ ആയപ്പോൾ ഒരു പൊരയും, പിന്നെ അതുപോലെ 10 സെന്റ് സ്ഥലമൊക്കെ വാങ്ങിയൊരു വീട് വെക്കാനാണ് ഞാനും നിങ്ങളൊക്കെ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. സ്വർഗത്തിലൊരു വീട് വെക്കാൻ ഞാനും നിങ്ങളൊക്കെ ശ്രമിക്കാറുണ്ടോ? സ്വർഗത്തിലൊരു വീടിന് വേണ്ടി ഞാനും നിങ്ങളുമൊക്കെ ശ്രമിക്കാറുണ്ടോ പ്രിയപ്പെട്ടവരെ? അതിനൊക്കെ മാതൃക സയ്യിദത്തുന ആസിയ ബീവി റളിയല്ലാഹു അൻഹയാണ്. ആസിയ ബീവി റളിയല്ലാഹു അൻഹ ആരാണ്? ആസിയ ബീവി. ആസിയ ബീവിയുടെ ചരിത്രം വളരെ മനോഹരമാണ്. ദുനിയാവിലെ എല്ലാ സൗഭാഗ്യങ്ങളും ആസിയ ബീവിയുടെ മുമ്പിലുണ്ടായിരുന്നു. ലോകം മടക്കി ഭരിക്കുന്ന ശക്തനായ ഭരണാധികാരിയുടെ പ്രിയപ്പെട്ട ഭാര്യയായിരുന്നു ആസിയ ബീവി റളിയല്ലാഹു അൻഹ. ലോകം മടക്കി ഭരിച്ച് അന റബ്ബുകുമുൽ അഅല, ഞാനാണ് ഏറ്റവും വലിയ തമ്പുരാനെന്ന് ലോകത്തോട് അഹങ്കാരത്തോടുകൂടി വിളിച്ചു പറഞ്ഞ ഫറോവയുടെ ഭാര്യയായിരുന്നു ആസിയ ബീവി റളിയല്ലാഹു അൻഹ. പക്ഷേ അവരതൊക്കെ ഒഴിവാക്കിയിരുന്നു. അവർക്കതൊന്നും വേണ്ടിയിരുന്നില്ല. മഹാനായ മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം പരിശുദ്ധമായ ലാ ഇലാഹ ഇല്ലല്ലാഹയുടെ ശാദ്വല തീരത്തേക്ക് ക്ഷണിച്ച സമയത്ത് മഹദിയായ ആസിയ ബീവി റളിയല്ലാഹു അൻഹ വന്നു. ആ ക്ഷണം സ്വീകരിക്കാതിരിക്കാൻ മഹദിക്ക് കഴിഞ്ഞില്ല. അവരതൊക്കെ ഒഴിവാക്കിക്കൊണ്ട്, ദുന്യാവിന്റെ വിഷയങ്ങളൊക്കെ ഒഴിവാക്കിക്കൊണ്ട്, ദുന്യാവിൽ ഒരു സ്ത്രീ നേരിടേണ്ടി വന്ന ഏറ്റവും വലിയ വേദന അവർ ജീവിതത്തിൽ ഏറ്റുവാങ്ങി എന്നാണ് പറയേണ്ടത്. ഈ വേദനക്ക് പകരം അവർ ആഗ്രഹിച്ചത് സ്വർഗമായിരുന്നു. ചരിത്രം വളരെ മനോഹരമാണ്. ഓർക്കും തോറും എന്റെയും നിങ്ങളുടെയും ഒക്കെ രോമകൂപങ്ങൾ എഴുന്നേറ്റ് നിൽക്കേണ്ട സംഭവങ്ങളാണ്. ആസിയ ബീവി റളിയല്ലാഹു അൻഹയെ ഫിർഔൻ വല്ലാതെ പീഡിപ്പിച്ചിരുന്നു ഇതിന്റെ പേരിൽ.
ചുട്ടുപഴുത്ത മണലാരുണ്യത്തിൽ സൂര്യന് താഴെ കൈകാലുകൾ ബന്ധനസ്ഥയാക്കി മഹദിയായ ആസിയ ബീവി റളിയല്ലാഹു അൻഹയെ കിടത്തിയ രംഗം എന്റെയും നിങ്ങളുടെയും ഒക്കെ ഹൃദയത്തിലേക്ക് വരട്ടെ മുഅ്മിനെ. ഇത് ഖാലത് റബ്ബി ബിനി ലീ ഇൻദക ബൈതൻ ഫിൽ ജന്ന വനജ്നി മിൻ ഫിർഔന വഅമലിഹി വനജ്നി മിനൽ ഖൗമിൽ ളാലിമീൻ. സൂറത്തു തഹ്രീമിൽ 11-ാമത്തെ വചനം ആസിയ ബീവിയെ കുറിച്ചാണ്. ഇത് ഖാലത് ആസിയ ബീവി പറഞ്ഞ സമയം, ഇത് ഖാലത് ആസിയ ബീവി പറഞ്ഞ സമയം, റബ്ബി ബിനി ലീ ഇൻദക ബൈതൻ ഫിൽ ജന്ന, പടച്ച തമ്പുരാനെ നിന്റെ അടുക്കൽ എനിക്കൊരു വീടുണ്ടാക്കി തരണേ, സ്വർഗീയമായ ആരാമ ഭൂമികയിൽ വസിക്കാൻ എനിക്കൊരു വീടുണ്ടാക്കി തരണേ എന്ന് പറഞ്ഞു. എപ്പോഴാ? അവസാനത്തെ സമയത്താണ്. ജീവൻ ഇപ്പോൾ നഷ്ടപ്പെടുമെന്ന് വരുന്ന സമയത്ത് മഹദി പ്രാർത്ഥിക്കുകയാണ് അള്ളാഹിനോട്, അല്ലാഹുവേ, ജീവിതത്തിൽ പ്രശ്നങ്ങൾ, പ്രതിസന്ധികൾ നിന്നിൽ വിശ്വസിച്ചതിന്റെ പേരിൽ എനിക്ക് ഒരുപാട് അനുഭവിക്കേണ്ടി വന്നിട്ടുണ്ട് തമ്പുരാനെ. അതുകൊണ്ട് അല്ലാഹുവേ, ഞാൻ നിന്നോട് സ്വർഗീയമായ ആരാമത്തിൽ ഒരു ഭൂമി, സ്വർഗീയമായ ആരാമത്തിൽ ഞാനൊരു വീടാണ് നിന്നോട് ചോദിക്കുന്നത് തമ്പുരാനെ. വനജ്ജിനി മിൻ ഫിർഔന വഅമലിഹി വനജ്ജിനി മിനൽ ഖൗമിൽ ളാലിമീൻ. വനജ്ജിനി മിൻ ഫിർഔന വഅമലിഹി, ഈ കാട്ടാളനായ ഫറോവയുടെ പ്രവർത്തനങ്ങളിൽ നിന്ന്, അവന്റെ കാട്ടാളത്വത്തിൽ നിന്ന് എന്നെ നീ കാക്കണേ തമ്പുരാനെ, എന്നെ നീ രക്ഷപ്പെടുത്തണേ തമ്പുരാനെ. വനജ്ജിനി മിൻ ഫിർഔന വഅമലിഹി വനജ്ജിനി മിനൽ ഖൗമിൽ ളാലിമീൻ. ഈ അക്രമികളായ സമൂഹത്തിൽ നിന്ന് എന്നെ നീ രക്ഷിക്കണേ തമ്പുരാനെ എന്ന് മഹദിയായ ആസിയ ബീവി റളിയല്ലാഹു അൻഹ ഒരു ദുആ അല്ലാഹുവിനോട് ദുആ ചെയ്തു എന്നാണ് പറയുന്നത്. മഹാനായ ഇമാം തഫ്സീറുൽ ഖാസിനിൽ വളരെ മനോഹരമായി രേഖപ്പെടുത്തി വെക്കുന്നു. ഇന്ന ഫിർഔൻ അമറ ബിസഖറത്തിൻ അളീമത്തിൻ, ഫിർഔന് ഒരു കല്ല് കൊണ്ടുവരാൻ വേണ്ടി കൽപ്പിച്ചു. ആസിയ ബീവിയെ മലർത്തിക്കിടത്തിയിരിക്കുകയാണ് പാറക്ക് മുകളിൽ, കൈകാലുകളൊക്കെ ബന്ധനസ്ഥനാക്കി മണലാരണ്യത്തിൽ മലക്ക് മുകളിൽ സൂര്യന് താഴെ ചുട്ടുപൊള്ളുന്ന മഹദിയായ ആസിയ ബീവിയെ കടത്തിക്കൊണ്ട് ഫറോവയുടെ കൽപ്പനയാണ്, ഒരു പാറക്കല്ലെടുത്തു കൊണ്ടുവരണം. അമറ ബിസഖറത്തിൻ അളീമത്തിൻ ലിതുൽഖി അലൈക, മഹദിയായ ആസിയ ബീവിയുടെ ശരീരത്തിലേക്ക് ഇടാൻ. ഫലമ്മ അതൗഹാ ബിസ്സഖറ, അങ്ങനെ ഫറോവ കല്ലും എടുത്തുകൊണ്ട് ആസിയ ബീവിയുടെ ശരീരത്തിലേക്ക് ഇടാൻ നിൽക്കുന്ന നിമിഷത്തിലാണ് മഹദിയായ ആസിയ ബീവി റളിയല്ലാഹു അൻഹ അല്ലാഹുവിനോട് പ്രാർത്ഥിച്ചത്, റബ്ബി ബിനി ലീ ഇൻദക ബൈതൻ ഫിൽ ജന്ന വനജ്ജിനി മിൻ ഫിർഔന വഅമലിഹി വനജ്ജിനി മിനൽ ഖൗമിൽ ളാലിമീൻ എന്ന് പ്രാർത്ഥിച്ചത്. പ്രാർത്ഥിക്കേണ്ട താമസം സ്വർഗീയാരാമത്തിൽ തനിക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല തയ്യാർ ചെയ്തിട്ടുള്ള, അല്ലാഹു സുബ്ഹാനഹു വ തആല തനിക്ക് തരാൻ പോകുന്ന പ്രൗഢഗംഭീരമായ മണിമാളികയുടെ ഫോട്ടോ കണ്ടാണ് ആസിയ ബീവി റളിയല്ലാഹു അൻഹ വഫാത്തായത് എന്ന് പറയപ്പെടുന്നു. എന്നിട്ട് മഹാന്മാര് പണ്ഡിതന്മാർ രേഖപ്പെടുത്തുന്നു, മിൻ ദുർറത്തിൻ ബൈദാ, വെണ്ണക്കൽ കൊണ്ടുള്ള വലിയ കൊട്ടാരം മഹദിക്ക് കാണിച്ചു കൊടുത്തു എന്നാണ്. വന്തസഅത് റൂഹഹ, മഹദിയുടെ റൂഹ് അത് ശരീരത്തിൽ നിന്ന് റൂഹ് ഊരിപ്പോയി. എന്നിട്ട് റൂഹില്ലാത്ത ജീവനില്ലാത്ത ശരീരത്തിലേക്കാണ്, പിന്നീട് മയ്യിത്തിലേക്കാണ് പിന്നീട് ഫറോവ ഈ വലിയ പാറക്കഷ്ണം ഇട്ടത് എന്ന് മഹാന്മാർ രേഖപ്പെടുത്തി വെക്കുന്നു. ലാ റൂഹ ഫീഹി വലം തജിദ് അലമൻ, ജീവനില്ലാത്ത ശരീരത്തിലേക്കാണ് പിന്നീട് ഫറോവ ഈ കല്ലിനെടുത്തിട്ടത്. വേദന അറിയാൻ കഴിഞ്ഞില്ല എന്ന് മഹാന്മാര് തഫ്സീറിൽ രേഖപ്പെടുത്തി വെക്കുന്നു. അപ്പൊ ദുന്യാവിൽ ഒരുപാട് പ്രയാസങ്ങൾ ഉണ്ടാകും, പ്രവാസ ലോകത്ത് ഒരുപാട് പ്രയാസങ്ങൾ അനുഭവിക്കുന്നത് പോലെ ഭൂമിയിൽ ഞാനും നിങ്ങളും ചെയ്തുകൊണ്ടിരിക്കുന്ന ഈ പ്രവാസത്തിന് ഒരുപാട് പ്രയാസങ്ങൾ ഉണ്ടാകും. പ്രവാസി എന്ന് പറഞ്ഞാൽ പ്രയാസി എന്നാണ് നമ്മൾ പലപ്പോഴും പറയാറുണ്ട്, അല്ലേ? പരസ്പരം പറയാറുണ്ട്. ഒരു പ്രവാസ ലോകത്തൊന്നും പോകാത്ത ആളോട്, പ്രത്യേകിച്ച് എന്നെ പോലെയുള്ള ആളുകളോടൊക്കെ KCR-ലെ തന്നെ പല സുഹൃത്തുക്കളും പറയാറുണ്ട്, പ്രവാസി എന്ന് പറഞ്ഞാൽ ഒരു പ്രയാസി തന്നെയാണ്.
എന്ന് പറഞ്ഞതുപോലെ ജീവിതം, ദുനിയാവിലെ ജീവിതം പലപ്പോഴും പ്രയാസമാകും. പക്ഷേ ആ പ്രയാസങ്ങളും ആ ബുദ്ധിമുട്ടുകളുമൊക്കെ നമ്മൾ തരണം ചെയ്യേണ്ടത് എനിക്ക് ഇനി പോകാനുള്ളത് മറ്റൊരു വീട്ടിലേക്കാണ്. ഞാനിവിടെ താൽക്കാലികമായ ജീവിതമാണ് ഇവിടെ നയിച്ചു കൊണ്ടിരിക്കുന്നത്. ഞാൻ പോകാനുള്ളത് മറ്റൊരു വീട്ടിലേക്കാണ്. എന്നെ കാത്ത് മറ്റൊരു വീടുണ്ട്, എനിക്ക് മറ്റൊരു തറവാടുണ്ട് പോകാൻ. അതുകൊണ്ട് എനിക്ക് ഈ പ്രശ്നങ്ങളൊന്നും വിഷയമല്ല, ഈ ബുദ്ധിമുട്ടുകളൊന്നും എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്ക് പുല്ലുവിലയാണ് എന്ന് പറയാൻ എനിക്കും നിങ്ങൾക്കുമൊക്കെ കഴിയണം. എന്റെ പ്രിയപ്പെട്ടവരെ, ദുന്യാവിനെ പറ്റി സദാസമയവും ഞാനും നിങ്ങളും അങ്ങനെ ആലോചിച്ചിരിക്കാറുണ്ട്. വല്ലാത്ത ഹമ്മാണ്, എനിക്കും നിങ്ങൾക്കും വല്ലാത്ത ഹമ്മാണ്. എപ്പോഴും ഇങ്ങനെ ആലോചിച്ചിരിക്കുക. ദുന്യാവിന്റെ വിഷയത്തിലുള്ള ആലോചനകളാണ് എനിക്കും നിങ്ങൾക്കുള്ളത്. ദുന്യാവിലെ വിഷയങ്ങള്, പെരപ്പണി, ബിസിനസ്സിലെ നഷ്ടങ്ങള്, ലാഭങ്ങള്, ആളുകളെ പറ്റിച്ചുള്ള നമ്മുടെ ചെയ്തികള്, ഒരുപാട് പ്രശ്നങ്ങള്, കടം, പ്രയാസം, മക്കളെ കെട്ടിക്കാനുള്ളത്, ദുനിയാവിന്റെ വിഷയങ്ങളിൽ നമ്മൾ പലപ്പോഴും ഹമ്മിലാകാറുണ്ട്. ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, ദുനിയാവിന്റെ വിഷയത്തിൽ ഹമ്മിലാകുന്ന ആൾക്ക് അള്ളാഹുവിന്റെ മാർഗത്തിൽ നിന്ന് ഒന്നുമില്ല. ഫലൈസ മിനല്ലാഹി ഫീ ഷൈഇൻ, അള്ളാന്റെ മാർഗത്തിൽ നിന്ന് ഓൻക്കൊന്നുമില്ല. ദുനിയാവിന്റെ വിഷയത്തിൽ ഓനിങ്ങനെ വെറുതെ ഹമ്മിലാവുകയാണ്. അവനെ സംബന്ധിച്ചിടത്തോളം നാല് കാര്യം അവനുണ്ടാകുന്നതാണ് ഹദീസിന്റെ ആകത്തുക നമുക്ക് കാണാൻ കഴിയുന്നത്. ദുനിയാവിന്റെ വിഷയം അക്ബർ ഹമ്മായി കഴിഞ്ഞാൽ, ഏറ്റവും വലിയ ഹമ്മായി കഴിഞ്ഞാൽ, ദുനിയാവിന്റെ വിഷയം ഓനെ സംബന്ധിച്ചിടത്തോളം, ദുനിയാവിലെ പ്രശ്നങ്ങൾ ഏറ്റവും വലിയ വിഷയമായി കഴിഞ്ഞാൽ 4 കാര്യങ്ങൾ ഉണ്ടാകുന്ന പറയുന്നത്. ഒന്ന്, ടെൻഷൻ കൂടുന്ന പറയുന്നത്. ടെൻഷൻ കൂടും. അപ്പോ അള്ളാന്റെ മാർഗത്തിൽ ഇഷ്ടമില്ലാത്ത കാര്യങ്ങളിലേക്ക് പോകാൻ മനസ്സ് വല്ലാതെ കൊതിച്ചുകൊണ്ടിരിക്കും. ടെൻഷൻ ഉണ്ടാകുന്ന സമയത്ത് അതിന്റെ ഒരു ശാസ്ത്രീയമായ വശം, നമ്മുടെ നാട്ടിൽ ആത്മഹത്യ പെരുകിക്കൊണ്ടിരിക്കുകയാണ്. പ്രവാസികളായ ആളുകൾ കുടുംബത്തോടൊപ്പം ആത്മഹത്യ ചെയ്യുന്ന കാഴ്ചകളാണ് ഞാൻ നിങ്ങളുമൊക്കെ ദിനം പ്രതി കണ്ടുകൊണ്ടിരിക്കുന്നത്. ആത്മഹത്യ, ടെൻഷൻ വർദ്ധിക്കുമ്പോ ആത്മഹത്യയിലേക്ക് നയിക്കും. ആത്മഹത്യ, ഒരു ദിവസത്തെ പത്രത്താളെടുത്ത് നോക്ക്, ചുരുങ്ങിയത് 2ഉം 3ഉം ഒക്കെ ആത്മഹത്യ ഉണ്ടാകും. എന്താ കാര്യം? ടെൻഷൻ തന്നെയാണ്. എപ്പോഴും ടെൻഷൻ. ആ ഒരു ടെൻഷൻ ഒരിക്കൽ പോലും ആഖിറത്തിന്റെ പേരിലുള്ള ടെൻഷനായിരിക്കില്ല. അങ്ങനെയുള്ള ആൾക്ക് ഒരിക്കൽ പോലും ആത്മഹത്യ ചെയ്യാനും പറ്റില്ലല്ലോ. അവനെ സംബന്ധിച്ചിടത്തോളം ദുന്യാവിലെ പ്രശ്നങ്ങളായിരിക്കും അവന്റെ ആത്മഹത്യക്ക് കാരണം. കുടുംബത്തോടൊപ്പം ആത്മഹത്യ, അല്ലേ? മക്കളോടൊപ്പം ആത്മഹത്യ, മക്കളൊക്കെ ഒന്നിച്ച് കൊല്ലുക, എന്നിട്ട് അവര് വിഷം കഴിക്കുക. നഅൂദു ബില്ലാഹ്, അല്ലാഹു സുബ്ഹാനഹു വ തആല കാത്തുരക്ഷിക്കുമാറാകട്ടെ. ടെൻഷൻ കൂടുമ്പോ ആത്മഹത്യ ഉണ്ടാകും. ഹൃദയരോഗങ്ങൾ വർദ്ധിക്കുമെന്നാണ് സയൻസ് പറയുന്നത്. ഹൃദയരോഗങ്ങൾ വർദ്ധിക്കും. വെറുതെ ടെൻഷനായി ദുന്യാവിന്റെ പേരിൽ ടെൻഷനായി നടന്നാൽ ഹൃദയരോഗങ്ങൾ വർദ്ധിക്കും. ഹൃദയത്തിന് അസുഖം ഉണ്ടാകും, ഹൃദ്രോഗം ബാധിക്കും, ഹാർട്ട് അറ്റാക്ക് പോലെയുള്ള രോഗങ്ങളൊക്കെ ഉണ്ടാകുമെന്ന് പറയപ്പെടുകയാണ്. രണ്ടാമത്തെ കാര്യം, ഈ ഹദീസിൽ നിന്ന് നമ്മൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ വാക്കുകളിൽ നിന്ന് നമുക്ക് ഗ്രഹിക്കാൻ പറ്റുന്നത് 2, തിരക്കാണ്. ബിസി, സമയമില്ല. ആർക്കും എവിടെയും നോക്കാൻ സമയമില്ല. ആർക്കും പരസ്പരം ഒന്ന് ചിരിക്കാനോ, ഒന്ന് നോക്കി മനോഹരമായി പുഞ്ചിരിക്കാനോ, ഒന്ന് സലാം പറയാനോ, ഒന്ന് മുസാഫഹത്ത് കൊടുക്കാനോ, ഒന്ന് മുആനഖത്ത് നടത്താനോ സമയമില്ല. ബിസിയാണ്. ദുനിയാവിന്റെ വിഷയം ഹമ്മായി കഴിഞ്ഞാൽ പിന്നെ അവനെപ്പോഴും തിരക്കായിരിക്കും. ദുനിയാവിന് വേണ്ടി മണ്ടിപ്പാഞ്ഞ് നടക്കുക എന്ന് പറയും. ഒന്നും കൂടെ പറഞ്ഞാൽ പെട്ടെന്ന് തിരിയുന്നുണ്ടാകും, മനസ്സിലാകുന്നുണ്ടാവും എന്ന് കരുതുന്നു. ദുന്യാവിന് വേണ്ടി മണ്ടിപ്പാഞ്ഞ് നടന്നു കഴിഞ്ഞാല് അപ്പൊ പിന്നെ സ്വർഗത്തിലൊരു വീടുണ്ട് എന്നതിനെ കുറിച്ച് ഒരു ബോധവും ഉണ്ടായിരിക്കില്ല. മൂന്നാമത്തെ വിഷയം, കടം വല്ലാത്തൊരു പ്രശ്നമാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല കാത്തുരക്ഷിക്കുമാറാകട്ടെ. കടം വന്നു കഴിഞ്ഞാൽ പിന്നെന്താണ് ചെയ്യാ? അല്ലേ? കടം വന്നു കഴിഞ്ഞാൽ പിന്നെ നമ്മൾ എന്താ ചെയ്യാ? അപ്പൊ പിന്നെ നമ്മൾ ലോൺ എടുക്കും.
ദീനിന്റെ മാർഗത്തിലല്ലാത്ത രീതിയിൽ ഞാനും നിങ്ങളുമൊക്കെ ലോൺ എടുക്കും. ദീനിന്റെ മാർഗമല്ലാത്ത രീതികൾ ഞാനും നിങ്ങളുമൊക്കെ സ്വീകരിക്കും. അപ്പൊ ദീനിന്റെ പടിക്ക് പുറത്താകും. അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ ദീനിന്റെ പടിക്ക് നമ്മൾ പുറത്താക്കപ്പെട്ട് പിണ്ടം വെക്കപ്പെടും. പ്രിയപ്പെട്ടവരെ, അതുകൊണ്ട് നമ്മൾ ദുനിയാവിന്റെ വിഷയം വല്ലാത്ത ഹമ്മായി കഴിഞ്ഞാൽ ഇത്തരത്തിലുള്ള പ്രശ്നങ്ങൾ ഉണ്ടാകും. നാലാമത്തെ കാര്യം മോഹഭംഗങ്ങളാണ്. ആഗ്രഹിക്കുന്നത് ചിലപ്പോൾ നടന്നുകൊള്ളണമെന്നുണ്ടാവില്ല, ആഗ്രഹിക്കുന്നത് ഒരുപക്ഷെ നടന്നുകൊള്ളണമെന്നുണ്ടാകില്ല. ഞാൻ ഓർത്തുപോവുകയാണ് ഒരു സംഭവം. ഒരു സഹോദരനെ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുവന്നിരിക്കുകയാണ്. എന്റെ പ്രിയപ്പെട്ട ഒരു ഉസ്താദാണ് ഈ സംഭവം എന്നോട് ഹിക്കായത്ത് ചെയ്യുന്നത്. അദ്ദേഹം അവിടെയുണ്ട്. ഇതുപോലെ മാനസിക രോഗികളെ കൊണ്ടുവരുന്നൊരു സ്ഥലമാണ്, തിരൂരിനടുത്തുള്ളൊരു സ്ഥലമാണ്. ഡോക്ടറുടെ അടുത്തേക്ക് ഒരു മധ്യവയസ്കനെ ഇങ്ങനെ താങ്ങിപ്പിടിച്ചു കൊണ്ടുവരികയാണ്. എന്താ അയാളുടെ പ്രശ്നം? അയാളുടെ മകളുടെ കല്യാണം ഉണ്ടായിരുന്നു. മകളുടെ കല്യാണത്തിന് 2, 3, 4 ലക്ഷം വേണമായിരുന്നു. 2, 3, 4 ലക്ഷം വേണമായിരുന്നു. അങ്ങനെ സൗദിയിൽ ജോലി ചെയ്യുന്ന തന്റെ സ്വന്തം മകന് ഫോൺ ചെയ്തു, ഇതാ മകളുടെ കല്യാണ ആവശ്യാർത്ഥം ഇത്രയുമൊക്കെ രൂപ ആവശ്യമുണ്ട്. അതുകൊണ്ട് നാളെ പാർട്ടിക്കാർ വരും. നാളെ പാർട്ടിക്കാർ വന്ന് അവർക്ക് നമ്മുടെ ക്യാഷ് കൊടുത്തെങ്കിൽ കല്യാണം നടക്കുള്ളൂ എന്ന രീതിയിൽ മകനെ വാപ്പ അറിയിച്ചു. മകൻ പറഞ്ഞു, ഓക്കെ ഇൻഷാ അല്ലാഹ് ഞാൻ ശ്രമിക്കാം. ഒരുപാട് കഷ്ടപ്പെട്ട് ആ പ്രിയപ്പെട്ട സഹോദരൻ, പക്ഷേ ഒരിക്കൽ പോലും 4 ലക്ഷം എത്തിയില്ല. അങ്ങനെ അയാൾക്ക് കടം കൊടുക്കാമെന്ന് പറഞ്ഞ് ഏറ്റയാള് പിന്മാറി. അങ്ങനെ ഈ സഹോദരൻ ഈ പെൺകുട്ടിയുടെ കാശ് കൊടുക്കുന്ന ആ ദിവസം പിതാവിനെ വിളിച്ചുകൊണ്ട് ഫോൺ വിളിച്ചു പറഞ്ഞു, പിതാവേ, ഉപ്പാ, എന്റെ കയ്യിൽ 5 പൈസയില്ല, എനിക്ക് കടം തരാമെന്ന് പറഞ്ഞേറ്റയാളുകൾ പിന്മാറിയിരിക്കുന്നു എന്ന് കേൾക്കേണ്ട താമസം ആ പ്രിയപ്പെട്ട ഉപ്പയുടെ കയ്യിൽ നിന്ന് റിസീവർ താഴെ വീണ്. പിന്നെ അയാളെ മാനസിക രോഗിയായിട്ടാണ് പിന്നെ എല്ലാവരും കാണുന്നത്. ഒരു നിമിഷത്തെ മോഹഭംഗം. മകളെ സ്വസ്ഥമായി കെട്ടിച്ചുവിടണമെന്ന് മനസ്സുകൊണ്ട് ആഗ്രഹിച്ച രക്ഷിതാവ്. അങ്ങനെ അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ പരീക്ഷണം ദുനിയാവിൽ നമ്മളെ കാത്ത് ഒരുപാട് വരാനുണ്ട്. നമ്മൾ ഓർക്കേണ്ടത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞതുപോലെ വഅദ്ദ നഫ്സക മിൻ അഹ്ലിൽ ഖുബൂർ വഅദ്ദ നഫ്സക മിൻ അസ്ഹാബിൽ ഖുബൂർ. നീ നാളെ മരണപ്പെട്ടു പോയി 6 അടി മണ്ണിനടിയിൽ വാസം നടത്തേണ്ടവനാണ്, അവിടെ പോയി ജീവിക്കേണ്ടവനാണെന്ന ബോധത്തോടു കൂടിയാണ് നീ ജീവിക്കേണ്ടത് എന്ന് മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്. ഇമാം ഹസൻ അൽ ബസ്രി റളിയല്ലാഹു അൻഹു, ചരിത്രത്തിലേറെ പറയപ്പെട്ട മഹാനായ വ്യക്തിത്വം ഹസൻ അൽ ബസ്രി റളിയല്ലാഹു അൻഹു പറയുകയാണ്, 3 പണ്ഡിതന്മാർ ഒരുമിച്ച് ചേർന്നു, 3 ആളുകൾ, 3 ആലിമീങ്ങൾ ഒരുമിച്ച് ചേർന്നു. ഓരോരുത്തരും അവരുടെ ചിന്തകളെപ്പറ്റി സംസാരിച്ചു, ഓരോരുത്തരും അവരുടെ പ്രതീക്ഷകളെപ്പറ്റി സംസാരിച്ചു. അവരിൽ ഒരാൾ പറഞ്ഞു, മാ ആതാനി അലാ ശഹരിൻ ഇല്ലാ വനന്തു അന്നി സഅമൂതു ഫീഹി. മാ ആതാനി അലാ ശഹരിൻ ഇല്ലാ വനന്തു അന്നി സഅമൂതു ഫീഹി. ഞാനൊരു മാസത്തിൽ മരണപ്പെടുമെന്ന് അദ്ദേഹം ആഗ്രഹിക്കുകയാണ്. അപ്പോൾ മറ്റു 2 പേർ പറഞ്ഞു, നിങ്ങളുടെ ഈ ആഗ്രഹം എന്ന് പറയുന്നത് അത് അതിമോഹമാണ്. അങ്ങനെ ഇത് പറഞ്ഞ സമയത്ത് രണ്ടാമത്തെയാൾ പറഞ്ഞത്രേ, ഞാൻ വെള്ളിയാഴ്ച ദിവസമാണ് മരിക്കുക. മാ അതത് അലയ്യ ജുമുഅ ഇല്ലാ വനന്തു അന്നി സഅമൂതു ഫീഹാ. ഞാൻ വെള്ളിയാഴ്ച ദിനത്തിൽ ഞാൻ എന്തായാലും മരണപ്പെടുമെന്ന് അദ്ദേഹം പറഞ്ഞു അത്രേ. അപ്പോ കേട്ടുനിന്ന 2 ആളുകൾ പറഞ്ഞു, നിങ്ങളെ പറഞ്ഞത് അതിമോഹമാണ്.
മൂന്നാമത്തെയാള് പറഞ്ഞുവത്രേ, രാജാതിരാജനായ അള്ളാഹുവിന്റെ കയ്യിലാണ് എന്റെ ആയുസ്. അള്ളാഹുവാണ് എന്റെ ആയുസ് നിശ്ചയിക്കുന്നത്, അള്ളാഹുവാണ് എന്റെ അജല് നിശ്ചയിക്കുന്നത്. ഇദാ ജാഅ അജലുഹ, എന്റെ അജല് നിശ്ചയിക്കുന്നത് അള്ളാഹുവാണ്, അതിനെപ്പറ്റി എനിക്ക് മറ്റൊരഭിപ്രായം പറയാനില്ല എന്ന് പറഞ്ഞുകൊണ്ട് മൂന്നാമത്തെയാള് മാറി നിന്നുവത്രേ. മൂന്നാമൻ ആകാനാണ് ഞാൻ നിങ്ങളുമൊക്കെ ശ്രമിച്ചുകൊണ്ടേയിരിക്കേണ്ടത്. മൂന്നാമനാകണം. എപ്പോഴാണ് എനിക്കും നിങ്ങൾക്കുമൊക്കെ മരണം വന്ന് ഭവിക്കുക എന്ന് പറയാൻ പറ്റില്ല. അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരിഞ്ച് സമയം അങ്ങോട്ടും ഇങ്ങോട്ടും കൂട്ടുകയോ കുറക്കുകയോ ചെയ്യുകയില്ല എന്ന് നമ്മൾ മുന്നേ കണ്ടുകൊണ്ട് വേണം സ്വർഗത്തിന് വേണ്ടി നമ്മൾ ഈ പ്രവാസലോകത്ത്, ഭൂമിയിലെ പ്രവാസലോകത്ത് ഞാൻ നിങ്ങളുമൊക്കെ ശ്രമിക്കേണ്ടത്. സ്വർഗത്തെക്കുറിച്ച് കേൾക്കുമ്പോ കൊതിക്കണം ഞാനും നിങ്ങളുമൊക്കെ. മഹാനായ സയ്യിദുനാ ഉമർ ഇബ്നുൽ ഹിമാം അൽ അൻസാരി റളിയല്ലാഹു അൻഹു, ബദർ യുദ്ധത്തിന്റെ രണാങ്കണം ചരിത്രത്തിൽ നമുക്ക് കാണാൻ കഴിയും. ഉമർ ഇബ്നുൽ ഹിമാം റളിയല്ലാഹു അൻഹുവിനെ ലമ്മഖ്തറബൽ മുസ്ലിമൂന മിനൽ മുശ്രിക്കീന ഫീ യൗമി ബദർ, മുശ്രിക്കീങ്ങൾ ഇങ്ങനെ യുദ്ധത്തിലേക്കടുത്ത് മുസ്ലിങ്ങളോട് യുദ്ധത്തിന് വന്ന സമയം, ഫീ യൗമി ബദർ, ബദറിന്റെ അന്ന്, ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയാൻ തുടങ്ങി. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയാൻ തുടങ്ങി, ജന്നത്തുൻ അർദുഹസ് സമാവാതു വൽ അർദ്, നിങ്ങൾ ഈ ഭൂമിയിലെ നിങ്ങളെങ്ങാനും ഈ യുദ്ധത്തിൽ മരണപ്പെടുകയാണെങ്കിൽ പ്രവിശാലമായ സ്വർഗമാണ് നിങ്ങളെയും ഒക്കെ കാത്തിരിക്കുന്നത്. ജന്നത്തുൻ അർദുഹസ് സമാവാതു വൽ അർദ്, ആകാശഭൂമികളെക്കാൾ പ്രവിശാലമായ സ്വർഗീയമായ ആരാമമാണ് നിങ്ങളെ കാത്തിരിക്കുന്നത് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു. ഇത് കേൾക്കേണ്ട താമസം ഒരു സഹാബി ഉമർ ഇബ്നുൽ ഹിമാം റളിയല്ലാഹു അൻഹു ചാടി എഴുന്നേറ്റുകൊണ്ട് ചോദിച്ചു, അത്രേ യാ റസൂലല്ലാഹ്, അല്ലാഹുവിന്റെ പ്രവാചകരെ, ജന്നത്തുൻ അർദുഹസ് സമാവാതു വൽ അർദ്, ആകാശഭൂമികളെക്കാൾ പ്രവിശാലമായ സ്വർഗീയമായ ആരാമമോ, ആകാശഭൂമികളെക്കാൾ പ്രവിശാലമായ സ്വർഗീയമായ ആരാമമോ എന്ന് ചോദിച്ചു മഹാനായ ഉമർ ഇബ്നുൽ ഹിമാം. നഅം, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങള് വളരെ മനോഹരമായി മറുപടി പറഞ്ഞു, നഅം, അതെ, സ്വർഗീയമായ ആരാമം ആകാശഭൂമികളെക്കാൾ പ്രവിശാലമാണ്. അപ്പോ മഹാനായ ഉമർ ഇബ്നുൽ ഹിമാം റളിയല്ലാഹു അൻഹുവിനെ കുറിച്ച് പറയുകയാണ് മഹാന്മാരായ താരീഖിന്റെ മഹാന്മാരായ ചരിത്രകാരന്മാർ, റഫീയദിഹി തംറാത്തുൻ യഅകുലു മിൻഹ, കയ്യിൽ കാരക്കയുണ്ടായിരുന്നു, കയ്യിൽ കാരക്ക തിന്നുകൊണ്ടായിരുന്നു യുദ്ധക്കളത്തിൽ അഷ്റഫുൽ ഖൽഖിനോട് ചോദിച്ചത്. ഇത് കേൾക്കേണ്ട താമസം, ഭൂമിയേക്കാൾ ആകാശത്തേക്കാൾ പ്രവിശാലമായി സ്വർഗീയമായ ആരാമമുണ്ടെന്ന് കേൾക്കേണ്ട താമസം മഹാനവർകള് വായിലുണ്ടായിരുന്ന കാരക്ക തുപ്പിക്കൊണ്ട് പടക്കളത്തിലേക്ക് ഇറങ്ങിക്കൊണ്ട് ശത്രുക്കളോട് പോരാടി സ്വർഗം ഭരിച്ചു എന്ന്, ഷഹീദായി എന്ന് പറയുകയാണ്. എന്തേ പറഞ്ഞത്? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്, സ്വർഗീയമായ ആരാമം ഭൂമിയേക്കാളും ആകാശത്തെക്കാളും പ്രവിശാലമാണ്. അതുപോലെ കാണാൻ പറ്റണം. അതുപോലെ നമുക്ക് സ്വർഗീയമായ ആരാമത്തെ കാണാൻ പറ്റണം. ഭൂമിയിലെ ഈ പ്രവാസ ലോകത്ത് ഞാനും നിങ്ങളുമൊക്കെ അങ്ങനെ പണിയെടുക്കണം. ഇഅ്മൽ ലിദുനിയാക കഅന്നക തഈശു അബദ, ഇഅ്മൽ ലിദുനിയാക കഅന്നക തഈശു അബദ, ഭൂമിയിൽ നീ എന്നെന്നും ജീവിക്കുന്നവനാണ്, എന്നെന്നും ജീവിക്കുമെന്ന ബോധത്തോടു കൂടി നീ എന്ത് ചെയ്യണം? ഇഅ്മൽ, പണിയെടുക്കണേ എന്ന്. ഇഅ്മൽ, നീ പണിയെടുക്കണേ. ഇഅ്മൽ ലിദുനിയാക കഅന്നക തഈശു അബദ, ഭൂമി ലോകത്ത് എന്നെന്നും ജീവിക്കുന്നവനെന്ന ബോധത്തോടു കൂടി നീ പണിയെടുക്കണേ. ഇഅ്മൽ ലിആഖിറതിക കഅന്നക തമൂതു ഗദാ, നാളെ ആഖിറ ലോകത്തേക്ക്, പാരത്രിക ലോകത്തേക്ക് നീ പോകുന്നവനാണ്, നീ മരണപ്പെട്ടു പോകുന്നവനാണെന്ന ബോധത്തോടുകൂടി നീ എന്ത് ചെയ്യണം? മഅമല്ലി ആഖിറതിക, നിന്റെ പരലോകത്തിന് വേണ്ടി നീ പണിയെടുക്കണേ എന്ന് നമുക്ക് കാണാൻ കഴിയും. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുകയാണ്. മഹാനായ സയ്യിദുനാ മുആവിയ റളിയല്ലാഹു അൻഹുവിനെ കുറിച്ച് പറയുകയാണ്, വല്ലാത്ത ചിട്ടയും അടുക്കുമായിരുന്നു മഹാനവറുകളുടെ ജീവിതത്തിന്.
മുആവിയ റളിയല്ലാഹു അൻഹു വകാന മുആവിയ റളിയല്ലാഹു ഔല ഇഹ്തിമാമൻ ബാലിഗൻ ഫീ നിളാമി ബറാമിജിഹി ഫീ യൗമിഹി വലയാലി. രാത്രിയിലും പകലിലുമൊക്കെ വല്ലാതെ പണിയെടുക്കുന്നയാളായിരുന്നു, ആഖിറത്തിനു വേണ്ടി പണിയെടുക്കുന്നയാളായിരുന്നു മഹാനായ മുആവിയ റളിയല്ലാഹു അൻഹു. അല്ലാഹു സുബ്ഹാനഹു വ തആല ആഖിറത്തിനു വേണ്ടി പണിയെടുക്കുന്നവരിൽ എന്നെയും നിങ്ങളെയും ഒക്കെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. ഞാൻ അവസാനിപ്പിക്കുകയാണ്. ഒരൊറ്റ സംഭവം മാത്രം പറഞ്ഞുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കാം. നമ്മൾ എന്തിനു വേണ്ടിയാണ് ജീവിക്കുന്നത്? നമ്മൾ എന്തിനു വേണ്ടിയാണ് ഈ ദുന്യാവില് ജീവിച്ചു കൊണ്ടിരിക്കുന്നത്? പരലോകത്തൊരു ഭവനം വേണ്ടേ? സ്വർഗീയമായ ആരാമം, തറവാട്ടിലേക്കൊരു തിരിച്ചുപോക്ക് വേണ്ടേ മുഅ്മിനെ? ഈ പ്രവാസ ലോകത്ത് നമുക്ക് ചെയ്യാനുള്ള സ്വർഗീയമായ ആരാമത്തിൽ ഒരു വീടുണ്ടാക്കലാണ്. സ്വർഗീയമായ ആരാമത്തിൽ ഒരു വീടുണ്ടാക്കലാണ്. നാം ഓർത്തിരിക്കേണ്ട ഒരു ചരിത്രമുണ്ട്, മഹാനായ സഈദ് ബിൻ ആമിറുൽ ജുമഹിയുടെ ചരിത്രം. സഈദ് റളിയല്ലാഹു അൻഹു യുവാവായിരിക്കുമ്പോഴാണ് മഹാനായ സയ്യിദുനാ ഖുബൈബ് റളിയല്ലാഹു അൻഹുവിനെ ഖുറൈശികൾ തൻഈമിൽ വെച്ച് തൂക്കിക്കൊന്നത്. പ്രൗഢഗംഭീരമായ ഒരു ബൈത്തുണ്ടല്ലോ, മഹാനായ ഖുബൈബ് റളിയല്ലാഹു അൻഹു പാടിയത് വലസ്തു ബാലിഹീന ഉഖ്താലു മുസ്ലിമാ എന്ന് തുടങ്ങുന്ന വളരെ മനോഹരമായ ആ കവിത. മഹാനായ ഖുബൈബ് റളിയല്ലാഹു അൻഹുവിനെ ഖുറൈശികൾ തൻഈമിൽ വെച്ച് തൂക്കിക്കൊല്ലുന്ന സമയത്ത് സഈദ് റളിയല്ലാഹു അൻഹു ഒന്ന് ശത്രുപക്ഷത്താണ്. പിന്നീടാണ് അദ്ദേഹം ഇസ്ലാമിലേക്ക് വരുന്നത്, സഈദ് ബിൻ ആമിറുൽ ജുമഹി റളിയല്ലാഹു അൻഹു. അങ്ങനെ ഖുബൈബ് റളിയല്ലാഹു അൻഹുവിന്റെ ഓർമ്മകൾ സഈദിനെ വല്ലാതെ വേട്ടയാടാൻ തുടങ്ങി. മഹാനായ ഖുബൈബ് റളിയല്ലാഹു അൻഹുവിനെ വഞ്ചനയോടുകൂടി വധിക്കുകയാണ് ചെയ്തത്. മഹാനവറുകളെ ചതിച്ചു കൊല്ലുകയാണ് ചെയ്തത്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ അടുത്ത് വന്നുകൊണ്ട് ഞങ്ങൾക്ക് ദീന് പഠിക്കാൻ, ഓത്ത് പഠിക്കാൻ ഒരാളെ വേണമെന്ന് പറഞ്ഞുകൊണ്ട് വഞ്ചിച്ചിട്ടായിരുന്നു കൊണ്ടുപോയത്. ഈ ഓർമ്മ സഈദ് റളിയല്ലാഹു അൻഹുവിനെ വല്ലാതെ വേട്ടയാടിയിരുന്നു. അങ്ങനെ സഈദ് റളിയല്ലാഹു അൻഹു മുസ്ലിമായി. മഹാനായ സയ്യിദുനാ ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹു ഖലീഫയായ സമയം ഹിംസിലെ ഗവർണറായി മഹാനവറുകളെ നിയമിച്ചു. സയ്യിദ് റളിയല്ലാഹു അൻഹു പരമാവധി ഒഴിഞ്ഞു മാറാൻ ശ്രമിച്ചത്. അങ്ങനെ ഖലീഫ വിടാനുള്ള ഒരു ഭാവം ഉണ്ടായിരുന്നില്ല. അങ്ങനെ ഈ സഈദ് റളിയല്ലാഹു അൻഹു ആ ജോലി ഗവർണർ, ഹിംസിലെ ഗവർണർ പദവി ഏറ്റെടുത്തു. സഈദ് റളിയല്ലാഹു അൻഹുവിനെ ചരിത്രകാരന്മാർ വിശേഷിപ്പിക്കുകയാണ് സഈദ് ബിൻ ആമിർ ഇസ്തറൽ ആഖിറ ബിദ്ദുനിയ വആസറല്ലാഹു വറസൂലഹു അലാ സിവാഹുമാ. ദുനിയാവിനെ ഇസ്തറൽ ആഖിറത ബിദ്ദുനിയ, ദുനിയാവ് കൊണ്ട് ആഖിറത്തിനെ വാങ്ങിയ ആളാണ് സയ്യിദുനാ സഈദ് ബിൻ ആമിർ റളിയല്ലാഹു അൻഹു. അല്ലാഹുവിനെയും റസൂലിനെയും വല്ലാതെ ഇഷ്ടം വെക്കുകയും ദുനിയാവിന് പകരം ആഖിറത്തിനെ വാങ്ങുകയും ചെയ്തയാളാണ്. അങ്ങനെ ഖലീഫ മഹാനായ ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹു ഹിംസിലെ ദരിദ്രരായ ആളുകളുടെ ലിസ്റ്റ് തയ്യാറാക്കാൻ വേണ്ടി ആളെ നിയോഗിച്ചു. ദരിദ്രരായ ആളുകളുടെ ഒരു സെൻസസ് എടുക്കാൻ വേണ്ടി ആളെ നിയോഗിച്ചു. ആ ലിസ്റ്റിൽ മഹാനായ സഈദ് റളിയല്ലാഹു അൻഹുവിന്റെ പേരുണ്ടായിരുന്നു, ഗവർണറുടെ പേരുണ്ടായിരുന്നു ആ ലിസ്റ്റിൽ. ഇത് കണ്ട മഹാനായ സയ്യിദുനാ ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹു ചോദിച്ചു, ഇത് ഏത് സഈദാണ്? നിങ്ങൾ ഈ പറയുന്ന സഈദ്, പാവങ്ങളുടെ ലിസ്റ്റിലുള്ള, ദരിദ്രരുടെ ലിസ്റ്റിലുള്ള സഈദ്, അത് ഏത് സഈദാണ് എന്ന് ചോദിച്ചു. അങ്ങനെ ചോദിച്ച സമയത്ത് അവർ മറുപടി പറഞ്ഞു, അമീറായ സഈദാണ്, ഹിംസിലെ ഗവർണറായ സഈദാണ്. അത് കേൾക്കേണ്ട താമസം മഹാനായ ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹു ഈ 1000 ദീനാർ സഈദ് റളിയല്ലാഹു അൻഹു കൊടുത്തയച്ചു. 1000 ദീനാർ എടുത്തുകൊണ്ട് സഈദ് റളിയല്ലാഹു അൻഹുവിന് ഹദിയായി കൊടുത്തയച്ചു. അങ്ങനെ സഈദ് റളിയല്ലാഹു അൻഹുവിന്റെ കയ്യിൽ സഞ്ചി കിട്ടിയപ്പോ, ദീനാറുള്ള സഞ്ചി കിട്ടിയപ്പോ സഈദ് റളിയല്ലാഹു അൻഹു പറയാൻ തുടങ്ങി, ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ. മഹാനവറുകൾ പറഞ്ഞു, ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ എന്ന് പറഞ്ഞുകൊണ്ട് മഹാനായ സഈദ് റളിയല്ലാഹു അൻഹു പൊട്ടിക്കരയാൻ തുടങ്ങി. പ്രിയപ്പെട്ടവരെ, കരയാൻ തുടങ്ങി. അത് കേട്ടപ്പോ ഭാര്യ ചോദിച്ചു, ഭാര്യയ്ക്ക് വിവരമൊന്നും അറിയില്ല. ഭാര്യ ചോദിച്ചു, എന്താണ് നിങ്ങൾ ഇന്നാ ലില്ലാഹി പറയുന്നത്? ഖലീഫയെങ്ങാനും മരണപ്പെട്ടോ എന്ന് ചോദിച്ചു. അപ്പൊ സഈദ് റളിയല്ലാഹു അൻഹു പറഞ്ഞു, ഇല്ല, ഖലീഫ മരണപ്പെട്ടിട്ടില്ല,
പക്ഷേ ഇവിടെ സംഭവിച്ചിട്ടുള്ളത് അതിനേക്കാൾ ഗൗരവതരമായ കാര്യമാണ്. അതിനേക്കാൾ ഗൗരവതരമായ കാര്യമാണ് ഇവിടെ സംഭവിച്ചിട്ടുള്ളത് എന്ന് പറഞ്ഞു. അപ്പൊ ഭാര്യ ചോദിച്ചു, പിന്നീട് ഭാര്യക്ക് സംശയം തീരുന്നില്ല. ഭാര്യ ചോദിച്ചു, മുഅ്മിനീങ്ങളായ ആളുകൾക്ക് എന്തെങ്കിലും സംഭവിച്ചോ? യുദ്ധത്തിൽ പരാജയമോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടായോ? നിങ്ങള് ഖലീഫയുടെ അടുത്ത് നിന്ന് ആള് വന്നത് കണ്ടിട്ടാണല്ലോ നിങ്ങൾ ഇന്നാ ലില്ലാഹി പറഞ്ഞത് എന്ന് പറഞ്ഞു. അപ്പോൾ സഈദ് റളിയല്ലാഹു അൻഹു പറഞ്ഞു, അതിനേക്കാൾ ഗുരുതരമായ കാര്യമാണ് എനിക്ക് സംഭവിച്ചിട്ടുള്ളത്. എന്താ ചെയ്തത്? കുറച്ച് പൈസ 1000 ദീനാർ സഈദ് റളിയല്ലാഹു അൻഹു കൊടുത്തയച്ചു. ദുനിയാവിന്റെ മേൽ അത്രയൊന്നും ആഗ്രഹം ഉണ്ടായിരുന്നില്ല അവർക്കാർക്കും. അങ്ങനെ മഹാനായ സഈദ് റളിയല്ലാഹു അൻഹു പറയുകയാണ്, മാ അഅ്ലമ മിൻ ദാലിക് ഖാല ദഖൽതു അലയ്യ ദുനിയ, എന്റെ മേലിൽ ദുനിയാവ് കടന്നു വന്നിരിക്കുകയാണ്. സുബ്ഹാനല്ലാഹ്, ദുനിയാവ് എന്റെ മേലിൽ കടന്നു വന്നിരിക്കുകയാണ്. പൈസ കണ്ടിട്ടാണ് മുഅ്മിനെ മഹാനായ സയ്യിദുന സഈദ് ഇബ്നു ആമിർ റളിയല്ലാഹു അൻഹു പറയുന്നത്. സഈദ് ഇബ്നു ആമിർ റളിയല്ലാഹു അൻഹു പറയും, പൈസ കണ്ടിട്ടാണ് പറയുന്നത്, ദഖൽതു അലയ്യ അദ്ദുനിയ ലിതുഫ്സിദ ആഖിറതി, എന്റെ ആഖിറം ഫസാദാക്കാൻ വേണ്ടി ദുനിയാവ് കടന്നു വന്നിരിക്കുകയാണ്, എന്റെ വീട്ടിൽ ഫിത്ന കടന്നു വന്നിരിക്കുകയാണ് എന്ന് മഹാനായ സയ്യിദുന സഈദ് ഇബ്നു ആമിർ റളിയല്ലാഹു അൻഹു. അപ്പോ ഇത് കണ്ടപ്പോ സഈദ് റളിയല്ലാഹു അൻഹു സ്വന്തം ഭാര്യയോട് പറഞ്ഞു, നീ എന്നെ ഒന്ന് സഹായിക്കണം, നീ സഹായിക്കണം, നിന്റെ ഭാഗത്തു നിന്നുള്ള ഒരു സഹായം എനിക്ക് അത്യാവശ്യമാണ്. അവള് പറഞ്ഞു, ഭാര്യ മറുപടി പറഞ്ഞു, ഞാൻ സഹായിക്കാം. അങ്ങനെ മഹാനായ സഈദ് ഇബ്നു ആമിർ റളിയല്ലാഹു അൻഹു, മഹാനായ സയ്യിദുന സഈദ് ഇബ്നു ആമിർ റളിയല്ലാഹു അൻഹു അത് മുഴുവൻ, ആ കിട്ടിയ സംഖ്യ മുഴുവൻ ഭാര്യ വഴി സദഖ ചെയ്തു എന്ന് ചരിത്രത്തിൽ കാണാൻ കഴിയും. ആളുകൾക്ക് സ്വാഭാവികമാണ്, ഗവർണറാകും ഒരുപാട് പരാതി പറയാനുണ്ടാകും. സഈദ് റളിയല്ലാഹു അൻഹുവിനെ പറ്റി ഖലീഫിനോട് പരാതി പറഞ്ഞു. ഒന്ന്, സഈദ് പകലിൽ വളരെ താമസിച്ചാണ് ജനങ്ങളുടെ കാര്യം നോക്കുക. 2, രാത്രിയില് ജനങ്ങൾക്ക് വേണ്ടി തീരെ സമയം ചെലവഴിക്കുന്നില്ല. 3, മാസത്തിൽ ഒരു ദിവസം പോലും ജനങ്ങൾക്ക് വേണ്ടി ഇരിക്കുന്നില്ല. മാത്രല്ല, 4-മത്തൊരു കാര്യം, ചില സദസ്സുകളിലൊക്കെ മഹാനവറുകൾ അദ്ദേഹം ബോധം കെട്ടു വീഴുകയാണ്. അങ്ങനെ മഹാനായ സയ്യിദുന ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു അല്ലാഹുവിനോട് പ്രാർത്ഥിച്ചുവത്രേ ചരിത്രം പറയുകയാണ്. ഈ പരാതികളിൽ ആളുകൾ സഈദിനെ കുറിച്ച് എന്നോട് പറയുന്ന ഈ പരാതികളിൽ എന്റെ സഈദിനെ പറ്റിയുള്ള എന്റെ വിശ്വാസത്തിനൊട്ടും കോട്ടം തട്ടുന്ന രീതിയിൽ റബ്ബേ എന്റെ കാതുകളിലൊന്നും കേൾക്കരുതേ. അങ്ങനെ സഈദ് റളിയല്ലാഹു അൻഹു കാര്യങ്ങളെ വിശദീകരിച്ചപ്പോഴാണ് പിന്നീട് ഉമർ റളിയല്ലാഹു അൻഹുവിന് തൃപ്തിയായത് എന്ന് ചരിത്രത്തിൽ കാണാൻ കഴിയും. അത്രത്തോളം ദുന്യാവിനോട് ആഗ്രഹമില്ലാതെ ജീവിച്ച ആളുകളായിരുന്നു അവരൊക്കെ. ദുന്യാവിനോട് വലിയ താല്പര്യമൊന്നും ഉണ്ടായിരുന്നില്ല. കേവലം ഞാനൊരു പ്രവാസിയാണ്, കേവലം പ്രവാസമാണ് ഞാൻ ഇവിടെ അനുഭവിച്ചു കൊണ്ടിരിക്കുന്നത്, കേവലം വളരെ കുറച്ചു കാലമാണ് ഞാൻ ഈ ഭൂമിയിൽ ജീവിക്കാനുള്ളത് എന്ന ബോധത്തോടു കൂടിയാണ് ഞാനും നിങ്ങളുമൊക്കെ ജീവിക്കേണ്ടത്. ഒരു സമയം പോലും അല്ലാഹു സുബ്ഹാനഹു വ തആല നീട്ടിത്തരില്ല മുഅ്മിനെ. അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ പ്രവാസ ലോകത്തുള്ള എന്റെയും നിങ്ങളുടെയും ഒക്കെ ജീവിതം ഒരു നിമിഷം പോലും നീട്ടിത്തരില്ല. അല്ലാഹു സുബ്ഹാനഹു വ തആല കുറച്ചു തരികയുമില്ല, നീട്ടിത്തരികയുമില്ല. അല്ലാഹു ഏത് അവധി വെച്ചാണോ, ഏത് അവധിയിലാണോ എന്നെയും നിങ്ങളെയും ഒക്കെ മടക്കപ്പെടുക, ആ ഒരു അവധിയിൽ തന്നെ ഞാനും നിങ്ങളുമൊക്കെ മടക്കപ്പെടും. അതുകൊണ്ട് ഈ പ്രവാസ ലോകത്ത്, ഭൂമി ലോകത്ത് നമ്മൾ അനുഭവിക്കുന്ന, നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്ന ഈ പ്രവാസത്തില് നമ്മുടെ സ്വന്തം ഗേഹമായ, നമ്മുടെ സ്വർഗമായ, നമ്മുടെ എല്ലാമായ നമ്മുടെ ജീവിതത്തിന്റെ പരമമായ ലക്ഷ്യമായ സ്വർഗത്തിലേക്ക് പോകാനുള്ള ശ്രമങ്ങളാണ് എന്റെയും നിങ്ങളുടെ
നിങ്ങളുടെയും ഒക്കെ മുന്നിൽ ഉണ്ടാകേണ്ടത് ലാ തനം വഗ്തനം മലദാത യൗമിൻ ഇന്ന തഹ്ത തുറാബി യൗമൻ തവീല. ഉറങ്ങാൻ സമയമായിട്ടില്ല. ലാ തനം, ഉറങ്ങരുതേ. വഗ്തനം, നീ പണിയെടുക്കണം കേട്ടോ. ഇന്ന തഹ്ത തുറാബി യൗമൻ തവീല. നീ മരണപ്പെട്ട് ചെന്നു കഴിഞ്ഞാൽ പിന്നെ നിനക്കൊരുപാട് കാലം അനുഭവിക്കാനുണ്ടെന്ന ബോധത്തോടു കൂടി ആൻഡ് എ മൈൽസ് ടു ഗോ ബിഫോർ ഐ സ്ലീപ്പ് എന്ന് പറഞ്ഞതുപോലെ കാതങ്ങളോളം എനിക്കിനിയും സഞ്ചരിക്കാനുണ്ട്. എനിക്ക് ഞാനൊന്ന് കണ്ണടക്കുന്നതിന് മുമ്പ് എനിക്കൊരുപാട് കാതങ്ങൾ സഞ്ചരിക്കാനുണ്ടെന്ന് പറഞ്ഞതുപോലെ ആൻഡ് എ മൈൽസ് ടു ഗോ ബിഫോർ ഐ സ്ലീപ്പ് എന്ന് പറയുന്നത് പോലെ എനിക്കും നിങ്ങൾക്കും ഒക്കെ ഒരുപാട് ഭൂമിയിൽ ചെയ്യാനുണ്ട്. ഈ പ്രവാസ ലോകത്ത് ഒരുപാട് ഉണ്ടാക്കാനുണ്ട്. എന്നാൽ മാത്രമേ ഞാനും നിങ്ങളുമൊക്കെ സ്വർഗീയമായ ആരാമത്തിലേക്ക് തിരിച്ചു പോവുകയുള്ളൂ. അല്ലാത്ത പക്ഷം ഞാനും നിങ്ങളുമൊക്കെ തറവാട്ടില്ലാത്തവരായി മാറും. തറവാടിലേക്ക് ഞാനും നിങ്ങളും എത്താത്തവരാകും. അല്ലാഹു സുബ്ഹാനഹു വ തആല കാത്തുരക്ഷിക്കുമാറാകട്ടെ. ദുനിയാവിലെ അല്ലാഹുവിനെ ഇഷ്ടം വെച്ചുകൊണ്ട് സ്വർഗീയമായ ആരാമ ഭൂമികയെ ലക്ഷ്യം വെച്ചുകൊണ്ടാണ് ഞാനും നിങ്ങളുമൊക്കെ ഈ പ്രവാസ ലോകത്ത് ജീവിക്കേണ്ടത്. അല്ലാഹു സുബ്ഹാനഹു വ തആല അവരിൽ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. ജീവിതത്തിന്റെ ദശാസന്ധിയില് നമ്മൾ അള്ളാഹുവിനെ മറന്നുകൊണ്ടുള്ള ഒരു രീതിയും ഒരു ഭാവവും എന്റെയും നിങ്ങളുടെയും ഒന്നും ജീവിതത്തിൽ ഉണ്ടായിക്കൂടാ. അള്ളാഹു സുബ്ഹാനഹു വ തആല മുത്തഖീങ്ങളിൽ സജ്ജനങ്ങളിൽ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ എന്ന് പറഞ്ഞ് സമയം വൈകിയതിൽ ക്ഷമ ചോദിച്ചുകൊണ്ട് സമയം അവസാനിച്ചതുകൊണ്ടും ഞാൻ ഈ ചാപ്റ്റർ ഇവിടെ അവസാനിപ്പിക്കുകയാണ്. ഐഹികമായ ജീവിതം എന്ന് പറയുന്നത് മുഅ്മിനെ യഥാർത്ഥ ജീവിതമല്ല. പാരത്രികമായ ലോകത്തൊരു ജീവിതം, സ്വർഗീയമായ ആരാമത്തിൽ സുഭിക്ഷമായ ഒരു ജീവിതം എനിക്കും നിങ്ങൾക്കുമൊക്കെ ജീവിക്കാനുണ്ട് എന്ന ബോധത്തോടു കൂടി ദുനിയാവിലെ ലോകത്ത് ഞാനും നിങ്ങളുമൊക്കെ പണിയെടുക്കണം. അവസാനിപ്പിക്കട്ടെ. അല്ലാഹുമ്മ ജഅൽ ജംഅനാ ഹാദാ ജംഅൻ മർഹൂമാ വതഫറഖനാ മിൻ ബഅദിഹി തഫറഖൻ മഅസൂമാ വലാ തജഅൽ ഫീനാ വലാ മിന്നാ വലാ മഅനാ ശഖിയ്യൻ വലാ മത്റൂദൻ വലാ മഹ്റൂമാ. റബ്ബനാ ആതിനാ ഫിദ് ദുനിയാ ഹസന വഫിൽ ആഖിറതി ഹസനതൻ വഖിനാ അദാബൻ നാർ. റബ്ബനാ തഖബ്ബൽ മിന്നാ ദുആഅനാ إنك أنت السميع العليم وتب علينا يا مولانا إنك أنت التواب الرحيم واغفر لنا بمغفرتك وارحمنا برحمتك يا أرحم الراحمين. صلى الله تعالى وسلم على خير خلقه سيدنا محمد وعلى آله وصحبه أجمعين. سبحان ربك رب العزة عما يصفون وسلام على المرسلين والحمد لله رب العالمين. أشكركم لحسن استماعكم ومتابعتكم وآخر دعوتي أن الحمد لله رب العالمين. دعاء وصية السلام عليكم ورحمة الله وبركاته.